15 നിങ്ങൾക്ക് പെട്രോൾ ഇങ്ങനെ കയ്യിലായിട്ട് വെച്ചിരും, അതിന്റെ വണ്ടിയിലൊക്കെ അടിച്ചിരും. അപ്പൊ ഇതിങ്ങനെ കൊഞ്ഞനം കുത്തിയിട്ടിരുന്നു കേട്ടാ. അല്ലേലും നമ്മൾ ഇന്ത്യക്കാർ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിലത്തെ മന്ത്രിമാരെ നമുക്കൊരു വിലയില്ല. നമ്മുടെ ഇന്ത്യയിലത്തെ മന്ത്രിമാരെ ദുബായിലെ പ്രിൻസ് വരെ അങ്ങോട്ട് വിളിക്കേണ്ട, ഒരു 6 മാസം നിങ്ങൾ ഇവിടെ വന്നൊന്ന് വർക്ക് ചെയ്ത് തരണം, ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിലാണ്, നിങ്ങൾ വർക്ക് ചെയ്ത് തന്നാൽ ഞങ്ങൾക്ക് ഒരു 6 മാസം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒക്കെ സെറ്റിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ അങ്ങോട്ട് വിളിക്കുന്നത്. ഇവിടെ അമേരിക്കയിലോട്ട് വരെ വിളിച്ച്, നമ്മുടെ മോദിജീനെ അമേരിക്കയിലോട്ട് വരെ വിളിക്കുന്നുണ്ട്. കുറച്ചു കാലം അവിടെ വന്നിട്ടൊന്ന് ഭരണം നടത്തണം, അവിടെ വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളതൊക്കെയാണ്. ഇതൊന്നും നമ്മൾ കാണില്ല. നമ്മൾ ഇത് ഏത് നേരം താടിജീനെയും കുറ്റം പറഞ്ഞ് മറ്റു മന്ത്രിമാരെയും കുറ്റം പറഞ്ഞ്. പക്ഷെ എന്ത് അവസ്ഥയാണ് നമ്മുടെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? കാണിച്ചു തരാം നിങ്ങൾക്ക് ഏതൊക്കെ മന്ത്രി. ഫസ്റ്റ് നമുക്ക് മോദിജീനെ വിളിച്ചത് എടുക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ദുബായിലോട്ട് വിളിച്ച ചില മന്ത്രിമാരുണ്ട്. ഇതാണ് മോദിജീനെ വിളിച്ചത്, കേട്ടിരുന്നു നിങ്ങളിതൊക്കെ? अमेरिका का प्रधानमंत्री बार बार मोदी जी को बुलाता है, आओ मेरे साथ संबंध. കണ്ടില്ലേ, അന്ന് മോദിജി പോയില്ല. മോദിജിക്ക് ഇന്ത്യ വിട്ട് പോകാൻ പറ്റൂല്ലേ? മോദിജി ഇന്ത്യൻ എങ്ങനെ ഗുരു ആക്കി ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് മോദിജി ഇല്ല, ഞാൻ വരൂല, നിങ്ങൾ എന്താ ചെയ്തോ, എന്ത് വേണേലും കാണിച്ചു, ഞാൻ വരൂല എന്ന് പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ നിതിൻ ഗഡ്കരിനെ ദുബായിലെ പ്രിൻസ് വന്ന് വിളിച്ച്. അത് വെറുതെ വിളിച്ചല്ല, റെക്കമെൻഡേഷനൊക്കെ ഉണ്ട്. നേരിട്ട് മോദിനോടാ പറഞ്ഞത്, നിങ്ങളുടെ ഗതാഗത മന്ത്രിനെ ഒന്ന് അങ്ങോട്ട് വിട്ടു തരുമോ, അവിടെ ആകെ പ്രശ്നമാണെന്നാ പറഞ്ഞു. അത് കണ്ടിരുന്ന നിങ്ങൾ? അത് വേറെ ആരുമല്ല, നമ്മുടെ മന്ത്രിനെ വിളിച്ച് പറയണം നിങ്ങൾ മുമ്പിലോട്ട്. അല്ലെങ്കിൽ ഞാൻ വെറുതെ തള്ളുന്നൊന്നുമില്ല, ഞാൻ തള്ളുക എന്നുള്ള വർത്താനം പറയണ്ട. മോദിജി നേരിട്ട് മോദിയോട് ചോദിച്ചു, നമ്മുടെ മന്ത്രി ഇങ്ങനെ വന്ന് നമ്മളോട് കാര്യം പറഞ്ഞില്ല, കേട്ടു നോക്ക്. आपको पता है दुबई के राजा, दुबई के प्रिंस हिंदुस्तान में आए थे. मैं, मोदी जी, हम सब मंत्री 3-4 एक टेबल पर बैठे थे हैदराबाद हाउस में. तो दुबई के प्रिंस ने मोदी जी को कहा कि हमारे लिए एक एहसान कर दो. बोले आपको क्या चाहिए? तो बोले 6 महीने के लिए नितिन गडकरी को दुबई के लिए एक्सपोर्ट कर दो. बाद में लीला होटल में उन्होंने मुझे बुलाया था. आपके कारण मुझे 9-7 वर्ल्ड रिकॉर्ड मेरे डिपार्टमेंट में हुए. आप कहीं भी जाओ, अरुणाचल, मेघालय, त्रिपुरा, आप कहीं भी जाइए, आपको हर समय, हर जिले में, हर गांव में, हर ड्राइवर, हर ऑटो ड्राइवर आपको रोड का काम कितना अच्छा हुआ बताएगा. ഷോ എന്താണ് അല്ലേ നിങ്ങൾ? ഇതിൻ്റെ അമ്മ ഒരു കുളിര് പോരും നമുക്കൊക്കെ. ദുബായിലെ മന്ത്രിയൊക്കെ വന്നിട്ട് വിളിക്കുക. എന്തിനാ വിളിച്ചത്? നിങ്ങൾ ഏത് നാട്ടിൽ പൊക്കോ അല്ലേ, നിങ്ങൾ ഏത് രാജ്യത്ത് പൊക്കോ, അരുണാചലിൽ പൊക്കോ, നിങ്ങൾ ആസാമിൽ പോയിക്കോ, ബീഹാറിൽ പോയിക്കോ, അവിടുത്തെ റോഡിൻ്റെ ഗുണം കണ്ടിട്ട് അവിടുത്തെ ഓട്ടോ ഡ്രൈവേഴ്സ് വരെ ഇങ്ങടെ പറ്റിയാൽ പറയണത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ദുബായിലോട്ട് വരും. ദുബായിലെ റോഡ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക, ആകെ അലമ്പാ ദുബായിലെ റോഡൊക്കെ. എനിക്ക് ഇന്ത്യയിലെ റോഡ് കണ്ടിട്ട്, ഇന്ത്യയിലെ ഓട്ടോ ഡ്രൈവർമാർ റോഡിനെ പറ്റി പറഞ്ഞു കേട്ടിട്ട് എനിക്കിങ്ങനെ കുളിര് കൂരിയുള്ളത്. നിങ്ങളൊരു 6 മാസം വന്ന് ആ ദുബായിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡൊക്കെ നന്നാക്കി തന്നിരുന്നെങ്കിൽ എത്ര നന്നായിനല്ലേ. ഇത്ര കുലീനനായ മനുഷ്യനാ, ഒരു ഹെഡ് വെയിറ്റ് ഇല്ലാണ്ട് അല്ലേ, എന്തൊരു വിനയ കുലീനൻ നമ്മളെ ഗഡ്കരി. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അല്ലെങ്കിലും പണ്ടേ എങ്ങനെ നമ്മൾ ഗഡ്കരിനെ പറ്റി നമ്മൾ പണ്ടേ പറയാണ്ട്, നല്ലൊരു ആ BJP-യുടെ കൂട്ടത്തിൽ, സംഘപരിവാരങ്ങളെ കൂട്ടത്തിൽ ഒരു നല്ല മനുഷ്യനുണ്ടെങ്കിൽ ഇയാൾ മാത്രമാണ്. ഇന്ത്യ അങ്ങ് ഇങ്ങനെ കൊത്തിക്കയറി വരികയില്ലല്ലേ. എന്ത് രസമുള്ള റോഡുകളാ. നമ്മുടെ പിണറായി കേരളത്തിൽ പറഞ്ഞതൊന്നുമല്ല, യൂറോപ്പ് അല്ല, ന്യൂയോർക്ക് മോഡൽ റോഡ് എന്ന് പറഞ്ഞ പോലെ ഒന്നുമില്ല. ഇവിടെ മൊത്തം പുളിയാ. അങ്ങോട്ട് ചെല്ലുങ്ങൾ, എന്ത് രസാ ബാക്കിയുള്ള സ്ഥലത്തെ റോഡ്. ഒരു രക്ഷയില്ല, കുളിര് കോരും നമുക്ക്. ഇനി അത് മാത്രമല്ല, ഗഡ്കരിനെ കൊണ്ട വേറെ ചില ഗുണങ്ങളും കൂടെ ഉണ്ട്. ഇങ്ങനെ നിങ്ങൾക്കറിയാം, എല്ലാവരും കേട്ടിട്ടുണ്ടാവും E20 പെട്രോളിന്റെ കാര്യം. അതെ, എങ്ങനെയെങ്കിലൊക്കെ കുറച്ച് പെട്രോൾ കൂടെ പൈസ ഉണ്ടാക്കാൻ ദുബായ് നോക്കുന്നത്. അതിന് ഗഡ്കരിനെ കൊണ്ടായാലും ഗഡ്കരിന്റെ മക്കളെ കൊണ്ടായാലും മതി. മക്കളാണ് കുറച്ചുകൂടെ അതിൽ എക്സ്പേർട്ട് എന്നാണ് ഞാൻ കേട്ടത്. മക്കളെ കൊണ്ടു കഴിഞ്ഞാൽ എത്ര ലാഭം. വെറും 17 കോടിന്റെ കമ്പനിക്കൊക്കെ 550 കോടിന്റെ മേലത്തൊക്കെ വെറും 3 മാസം കൊണ്ട്, അല്ല 1 കൊല്ലം കൊണ്ടൊക്കെ എത്തിക്കണ മക്കളുള്ള മന്ത്രിന്റെ മോനാ. പിന്നെ വേറെ ദുബായിലെ പ്രിൻസ് വിളിക്കുന്നതിൽ വല്ല കാര്യമില്ലാന്ന് പറയാൻ പറ്റുമോ? എന്തൊക്കെ റോഡ് നന്നായി കിട്ടും, പെട്രോൾ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക, നമ്മുടെ പെട്രോളിയം വഴി, പെട്രോൾ ത്രൂ നമ്മൾ കോടികൾ ലാഭം ഉണ്ടാക്കും. ഞാൻ ലാഭം എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുതരാം. നമ്മൾ വീഡിയോന് മുമ്പ് ചെയ്തിട്ടില്ല. ഏതായാലും ഗഡ്കരിക്കാർക്ക് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്കതും കൂടെ പറയാം. ഒരു 15 റുപ്യക്ക് നിങ്ങൾക്ക് പെട്രോൾ അങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ വേണ്ടാന്ന് പറയാം. പുളിക്കോ? പുളിക്കൂലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. നമ്മുടെ ഗഡ്കരി പറഞ്ഞതാ, 15 റുപ്യക്ക് നിങ്ങൾക്ക് പെട്രോൾ നിങ്ങൾക്ക് അടിച്ച് തരും. നിങ്ങൾ വേണ്ടാന്ന് പറയും. നിങ്ങളെ വണ്ടിയിലോട്ട് ഞാൻ 15 റുപ്യക്ക് പെട്രോൾ അടിച്ച് തരും. ഞാൻ എത്തനോളം അയച്ച് പെട്രോൾ നിങ്ങളുടെ വണ്ടിയിൽ കഴിച്ചു തരും. ഇതൊരു 7 കൊല്ലം മുമ്പ് പറയാം. നമുക്കൊന്ന് കേട്ടു നോക്കുക. कॉटन स्ट्रॉ, व्हीट स्ट्रॉ, राइस स्ट्रॉ, बगास से जंगल में जो भी होगा और म्यूनिसिपल वेस्ट को सेग्रीगेट करके वो कचरे से भी आपका बन जाएगा.
पेट्रोल डीजल के भाव कम हो जाएंगे और 50 रुपए लीटर में डीजल मिल जाएगा और 55 रुपए लीटर में पेट्रोल का अल्टरनेटिव आ जाएगा। पैसा इंपोर्ट नहीं होगा तो किसानों के घर में और वनवासियों और आदिवासियों के घर में जाएगा। എന്താ മനുഷ്യ, നിങ്ങൾക്ക് ആർക്കെങ്കിലും നടക്കുമോ? 50 റുപ്യക്ക് ഡീസലും 55 റുപ്യക്ക് പെട്രോളും നിങ്ങൾക്ക് അങ്ങനെ അടിച്ച് തരും. ബാക്കി നമ്മൾ ഈ കണ്ട എക്സ്പോർട്ട് ചെയ്താൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണല്ലോ ബാക്കി പെട്രോളിയം കംപ്ലീറ്റ് അല്ലേ. ബാക്കി നമ്മൾ കൊടുക്കുന്ന പൈസ ഉണ്ട് നമ്മളെ പാവപ്പെട്ട നമ്മുടെ ഈ കൃഷിക്കാർക്ക് കൊടുക്കും. എത്തനോളിന് അവരാണല്ലോ നമുക്ക് കരിമ്പും ചണ്ടിയും കാര്യങ്ങളൊക്കെ തരുന്നല്ലേ. എത്തനോൾ ഉണ്ടാക്കുന്നത് മരത്തിൻ്റെ വേസ്റ്റിൽ നിന്നും മറ്റേ ബയോഗ്യാസ് ആണല്ലോ എത്തനോൾ എന്ന് പറയുമ്പോൾ. അപ്പം അതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ എത്തനോൾ ഉണ്ടാക്കുന്നത് അല്ലേ. ബാക്കി ഞാൻ ആർക്കായിട്ട് കൊടുക്കും. നിങ്ങൾക്ക് 50 റുപ്യ ഡീസലായിട്ട് അടിച്ചു തരും. അത് 7 കൊല്ലം മുമ്പേ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ വീണ്ടും ചെറുതായിട്ട് മാറ്റം വരുത്തുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു 2 കൊല്ലം മുമ്പ് നമ്മൾ 15 റുപ്യക്ക് നിങ്ങൾക്ക് പെട്രോൾ ഇങ്ങനെ കയ്യിലായിട്ട് വെച്ച് തരും. അതിൻ്റെ വണ്ടിയിലൊക്കെ അടിച്ചു തരും. അപ്പോൾ ഇത് ഇങ്ങനെ കൊഞ്ഞനം കുത്തിയിട്ടിരുന്നു കേട്ടോ. ഇതാ കേട്ടോ നിങ്ങൾ. आप 120 रुपये जो पेट्रोल ले रहे हैं उसका भाव हम 15 रुपये लीटर करेंगे। जितना एवरेज आपको 120 रुपये के पेट्रोल में मिल रहा है उतना एवरेज आपको 15 रुपये पेट्रोल की कीमत जो है 15 रुपये उतना लीटर का इथेनॉल का एवरेज मिलेगा और 40% बिजली तैयार होगी। ഇനി 2 കൊല്ലം മുമ്പ് വേണ്ട, 1 കൊല്ലം മുമ്പ് ഞാൻ പിന്നെ അടിച്ചെടുത്ത് പെട്രോൾ. എത്ര രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചെടുത്ത്? അന്നും 15 റുപ്യക്ക്. കണ്ടോ നാഫ? ഒരു 1.5 കൊല്ലം മുമ്പത്തെ ഞാൻ പെട്രോൾ അടിച്ചെടുത്താൽ വെറും 15 റുപ്യക്ക്. വീണ്ടും എടുത്തോ, നിങ്ങളങ്ങ് എടുത്ത് സുഖിക്ക്. നിങ്ങൾ എടുത്ത മനുഷ്യന്മാർ, നിങ്ങൾ എന്തിങ്ങനെ? अब सब गाड़ियां किसानों ने तैयार किए हुए इथेनॉल पर चलेगी। 60% इथेनॉल, 40% बिजली, उसका अगर एवरेज पकड़ा जाएगा तो 15 रुपए लीटर पेट्रोल का भाव होगा। 16 लाख करोड़ रुपए का इंपोर्ट है, उसके बजाय ये पैसा किसानों के घर में जाएगा। എടുത്തോ. ഇപ്പൊ നമ്മുടെ പെട്രോളിന്റെ പൈസ എത്ര? 15 റുപ്യ അല്ല 50 റുപ്യാണോ? അല്ലല്ല 110 റുപ്യ എന്തുകൊണ്ട് അല്ലേ? ഇമ്മാതിരി കച്ചവടക്കാരുള്ള കാലത്താണോ നമ്മൾ ബേജാറാവുന്നത്? വെറുതെ ആണോ ദുബായിലെ പ്രിൻസ് അങ്ങോട്ട് വിളിച്ചത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. മൂപ്പര മക്കളെ കമ്പനിയാണ് സിയാൽ. നിങ്ങൾക്കറിയാം കമ്പനീൻ്റെ ഇപ്പോഴത്തെ വാല്യൂ റേറ്റ് കാണണം, എന്ത് രസമാണ്. 3 മാസം കൊണ്ട് നമ്മുടെ സിയാൽ ആഗ്രോ ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഇപ്പോഴത്തെ അതിൻ്റെ വില, അതായത് ഒരു ഷെയറിൻ്റെ വില 701 രൂപ ആയിട്ടുണ്ട്. അതായത് 675 രൂപ കൂടിയിട്ടുണ്ട്. വെറും 10-25 റുപ്യയിൽ കിടക്കുന്ന നമ്മുടെ സാധനം എവിടെ എത്തി? 700. എത്ര മടങ്ങാണ് എനിക്ക് പേഴ്സൻറ്റേജ് പറയാൻ പറ്റില്ല കേട്ടോ. 2298.29% ഒന്നും പറഞ്ഞ് കയറിപ്പോയിക്ക. ഏതാ കമ്പനി? സിയാൽ ആരെ കമ്പനിയാണ്? സിയാലല്ല കേട്ടോ. സിയാൻ ആരെ കമ്പനിയാണ്? നമ്മുടെ ഗഡ്കരിൻ്റെ മക്കളെ കമ്പനി, മോൻ്റെ കമ്പനി. അതെങ്ങനെ ഇത്ര പൈസ ഉണ്ടായി? നമ്മൾ പെട്രോളിൽ നമ്മൾ 20% എത്തനോൾ ഒഴിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് 15 റുപ്യക്ക് പെട്രോൾ കിട്ടി. നമ്മുടെ സിയാൻ കമ്പനി, അതായത് ഗഡ്കരിൻ്റെ മക്കളെ വീട്ടിലോട്ട് 17 കോടിയുള്ള കമ്പനി 550 കോടിക്ക് കിട്ടുന്ന ബാക്കി പൈസ മൊത്തം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട കർഷകർക്ക്. ശുഭമായില്ല. എന്തൊരു സുഖമല്ലേ. ഇമ്മാതിരി കച്ചവടമൊക്കെ വേറെ എവിടെയെങ്കിലും നടക്കുമോ? ഇല്ല, ഇന്ത്യയിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇനി നമ്മൾ തമാശ മാറ്റി നമ്മൾ കാര്യത്തിലോട്ട് വരാം. എല്ലാവർക്കും അറിയാം എന്താണ് എത്തനോൾ സ്കാം എന്നുള്ളത്. ഇതൊന്നും തുടങ്ങിയൊന്നുമല്ല. നമ്മൾ 2001-2002 സമയത്ത് തന്നെ, അതായത് ഈ എത്തനോൾ കൊണ്ടുള്ള പെട്രോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എത്തനോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ മറ്റേ പ്രകൃതി സംരക്ഷണം, അതായത് എൻവിറോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പെട്രോൾ ആയിരിക്കും. അതായത് കുറച്ച് ഇതിന്ന് വികിരണം ചെയ്യുന്ന നമ്മുടെ വണ്ടിയിൽ നിന്നൊക്കെ വരുന്ന പുകയിൽ കുറച്ച് ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കളവ് കുറഞ്ഞ്, അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡിൻ്റെ കളവ് കുറയുന്നതുകൊണ്ട് ബെസ്റ്റ് പെട്രോളാണെന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഈ ഒരു പ്രൊജക്റ്റ് വരുന്നത്. അങ്ങനെ നമ്മുടെ എന്താ പറയുക, ഈ ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഒരു ഉച്ചകോട്ടിൽ നമ്മൾ പോയി സൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പം സത്യം പറഞ്ഞാൽ അമേരിക്കയിലൊക്കെ ഇപ്പോൾ 10% അല്ലെങ്കിൽ 50-70-80% ഒക്കെ എത്തനോൾ യൂസ് ചെയ്യുന്ന വണ്ടികളുണ്ട് കേട്ടോ അവിടെ. അങ്ങനത്തെ വണ്ടികളാണ് അവിടെ ഇറക്കുന്നതുണ്ട്. നോർമൽ വണ്ടിയുണ്ട്, അതല്ലാണ്ട് എത്തനോൾ ഫ്രീ വണ്ടികൾ, അല്ലെങ്കിൽ എത്തനോൾ മാത്രം ഒഴിച്ചെടുക്കുന്ന വണ്ടികളൊക്കെ ഇപ്പോൾ അമേരിക്കയിലുണ്ട്. നമുക്കറിയാം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ നമ്മൾ അന്ന് തീരുമാനത്തിലെത്തി. അങ്ങനെ നമ്മൾ ഗ്രാജുവലി നമ്മളത് 5% എത്തനോളിലോട്ട് ആഡ് ചെയ്യാമെന്ന് വെച്ചു. 5% എത്തനോളൊന്ന് ആഡ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ല എന്ന് വെച്ചു. അങ്ങനെ നമ്മളിങ്ങനെ ആ ഒരു 5%-ൻ്റെ ഇങ്ങനെ ഒരു ഡിസ്കഷനും കാര്യങ്ങളും അങ്ങനെ നമ്മളങ്ങനെ 2014 എത്തി. 2014 എത്തി, നമ്മുടെ മോദിജി വരുന്നു. നമ്മൾ 5% എത്തനോൾ കയറ്റുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അത് 10% എത്തനോളിലേക്ക് വെക്കുന്നു. അപ്പോൾ നമ്മുടെ മോദിജി, നമ്മുടെ സർക്കാർ പറയുന്നുണ്ട് ഈ എത്തനോളിന് പ്രശ്നമുണ്ട്. എത്തനോൾ
പുറത്തുനിന്നുള്ള നീരാവിയില്ലേ നമ്മുടെ ജലാംശത്തിനെ വലിച്ചെടുക്കുന്ന പറയുന്നത്. അങ്ങനെ ജലാംശത്തിനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് വണ്ടിക്ക് പ്രശ്നമാണ്. അതായത് വണ്ടിയുടെ പെട്രോൾ ടാങ്ക് നമ്മൾ മെറ്റൽ ടാങ്കാണ്. അപ്പം ജലാശയത്തിനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്രോൾ ടാങ്കിന് പ്രശ്നമാണ്, പെട്രോൾ പമ്പിന് പ്രശ്നമാണ്. പിന്നെന്താ പെട്രോൾ ബുഷും കാര്യങ്ങളൊക്കെ അല്ലേ നമ്മുടെ ഇതിൻ്റെ ഓയിൽ പമ്പും ഓയിൽ ഇഞ്ചക്ടറും ഒക്കെ കാര്യങ്ങളൊക്കെ വണ്ടിക്കുണ്ട്. ഇതിനൊക്കെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് എത്തനോൾ കൂടുതൽ ഒഴിക്കും തോറും വണ്ടിക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ അടുത്ത് ടൊയോട്ടയുടെ ആൾക്കാർ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ എത്തനോൾ കാരണം പെട്രോൾ ഒഴിച്ചത് കാരണം കൊണ്ട് വണ്ടിക്കാണ് ഇഷ്യൂ എന്നെങ്കിൽ ഒരു തരത്തിലുള്ള വണ്ടിക്കുള്ള വാറണ്ടി നിങ്ങൾക്ക് കിട്ടൂല എന്ന് വ്യക്തമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കേന്ദ്ര സർക്കാർ എന്ത് പറഞ്ഞു, നമ്മൾ എത്തനോൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികൾ ഇറക്കും. 2030 ആകുമ്പോഴേക്കും നമ്മൾ അങ്ങനത്തെ വണ്ടികൾ ഇറക്കും. അപ്പോഴേക്കും നമ്മൾ ഈ എന്താ പറയുക 10%, 5%, 10% നമ്മൾ 20% അതിൻ്റെ പ്ലസ്സിലോട്ട് 30%-ലൊക്കെ നമ്മൾ എത്തനോൾ കയറ്റും എന്ന് പറഞ്ഞു. എല്ലാവർക്കും ഓക്കെ, കുഴപ്പമില്ല, നല്ല കാര്യം, അങ്ങനെ വരട്ടെ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് 2023-24 ആയപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ഇനി 20% എത്തനോൾ കയറ്റണം. അപ്പോൾ വണ്ടികളൊന്നും മാറിയിട്ടില്ല. അപ്പോൾ വണ്ടിക്ക് പ്രശ്നമാവില്ലെന്ന് വെച്ചു. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ സഹിച്ചേക്കെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അതിൻ്റെ പുതിയൊരു കിറ്റ് ഉണ്ടല്ലോ വണ്ടിക്ക്, എത്തനോൾ കിറ്റ് ആക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിന് 19,000-60,000 റുപ്യ നിങ്ങൾ എക്സ്ട്രാ നിങ്ങൾ പേ ചെയ്ത് നിങ്ങൾ മാറ്റിക്കുക. നമ്മളെ കൊണ്ട് ഇപ്പോൾ 30 വരെ വെയിറ്റ് ചെയ്യാനും പുതിയ വാഹനങ്ങൾ അല്ലെങ്കിൽ ഈ മാനുഫാക്ചറോട് പറഞ്ഞിട്ട് എത്തനോൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഹനങ്ങൾ ഇറക്കാൻ പറ്റില്ല, ഞങ്ങൾ കയറ്റാൻ പോകുമെന്ന് പറഞ്ഞു. കയറ്റി. അങ്ങനെ കയറ്റി കഴിഞ്ഞപ്പം ഈ പ്രശ്നങ്ങൾ വരുന്ന വണ്ടിക്ക് എഞ്ചിനിൽ ഇങ്ങനത്തെ ഇഷ്യൂസും നമ്മുടെ കാർബറേറ്ററും മറ്റേ ഇതിനൊക്കെ എന്താ പറയുക ഈ എഞ്ചിൻ ട്യൂബിനും എഞ്ചിൻ പൈപ്പിനും ഈ ഫ്യൂൽ ഇഞ്ചക്ടറിനൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നോക്കുമ്പോൾ മൈലേജ് നല്ലതായിട്ട് കുറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ, എന്താ ഇപ്പം ഇങ്ങനെ നമ്മളിങ്ങനെയൊക്കെയാണോ, എന്തിനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത്ര തിരക്കിട്ട് ഈ കൃഷിക്കാരെ സഹായിക്കാനൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, കൃഷിക്കാർക്ക് സഹായം നല്ലതൊക്കെയാണ്. നിൽക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ എന്താ പറയുക നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ നോക്കുന്ന സമയത്ത് ഒരു കമ്പനി സിയാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി, സിയാൻ ആഗ്രോ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി കുത്തനെ കയറി വരുന്നു. വെറും 25-26 റുപ്യ ഷെയറുള്ള കമ്പനിക്ക് കഴിഞ്ഞ ഒരു വർഷത്തിന് 6 മാസത്തിൻ്റെ ഇടക്ക് കയറി 700-ലൊക്കെ മുട്ടി നിൽക്കുക. എന്താ ഇപ്പം കഥ? എന്താണ് ഇപ്പോൾ ഈ കമ്പനി ഇങ്ങനെ കയറുന്നത്? നോക്കുമ്പോൾ ഈ കമ്പനി എത്തനോൾ അതായത് ഉണ്ടാക്കുന്ന കമ്പനിയാണ്, എത്തനോൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി. അപ്പോൾ ഈ കമ്പനീൻ്റെ ഇത്ര കറക്റ്റായിട്ട് എങ്ങനെ 2024 ഇങ്ങനെ ഒരു വിധി വരുന്നു, 20% എത്തനോളിലോട്ട് നമ്മൾ മാറ്റുന്ന വണ്ടിയൊക്കെ നോക്കുമ്പോൾ ആരാ ഈ നിയമം കൊണ്ടുവന്ന ആരാ? നമ്മുടെ ഗതാഗത വകുപ്പ് അല്ലേ, അതായത് ഇന്ത്യയിലെ ഗതാഗത വകുപ്പ്, ഉപരിതല ഗതാഗത വകുപ്പ് അങ്ങനെ പറയണം. നമ്മുടെ മന്ത്രിയാണെന്നൊക്കെ പറഞ്ഞത് കേന്ദ്ര സർക്കാർ ഇത് പുറത്തോട്ട് കൊണ്ടുവരുന്നു. ഈ കമ്പനീൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പം കമ്പനി നമ്മുടെ ഗഡ്കരി കാക്കയുടെ മോൻ്റെ കമ്പനിയാണ്, രണ്ട് മക്കളെ കമ്പനിയാണ്. അപ്പോഴല്ലേ വീഡിയോ കിട്ടിയത്. ഇയാൾ നല്ലതാണെന്നും പറഞ്ഞ് നടന്ന് ബിസിനസ് ഉണ്ടാക്കി കൊടുത്താൽ മക്കൾക്ക് സ്വന്തം മക്കളെ കഷ്ടപ്പാടും കണ്ണീരും കണ്ട് സഹിക്കാൻ പറ്റാണ്ട് നമ്മുടെ രാജ്യത്തെ ഒരു അച്ഛൻ്റെ വേദനയായിട്ട് കണ്ടാൽ മതി. നിങ്ങളിതിന് വലിയ ടെൻഷൻ അടിക്കണ്ട. ഒന്നിനും ഒരു ഗതിയില്ലാതെ വെറും 17 കോടിൻ്റെ ആസ്തി മാത്രമുള്ള ഒരു കമ്പനി കണ്ട് അച്ഛന് നെഞ്ചു പൊട്ടി. അച്ഛൻ പറഞ്ഞ, മക്കൾ നിങ്ങൾ ബേജാറാവണ്ട, നമുക്കിങ്ങനെ പരിപാടിയുണ്ട്, നമ്മളിപ്പം 5-10% നമ്മൾ 20% കൂട്ടും, നിങ്ങൾ മാത്രം പ്രൊഡക്ഷൻ ചെയ്തോ, നിങ്ങളുടെ അടുത്ത് മാത്രം നമ്മുടെ കമ്പനിയിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ പെട്രോളിയം വകുപ്പ് നിങ്ങളുടെ അടുത്ത് നിന്ന് മാത്രം ഞങ്ങൾ എത്തനോൾ വാങ്ങിച്ചോളാം. പാവങ്ങൾ ജീവിച്ചു പോക്കോട്ടെ, അവരെടുത്തോട്ടെ, എന്താ പോലെ നമുക്ക് ഇഷ്ടം പോലെ പൈസ ഇല്ലേ ഇന്ത്യയിലെ ആൾക്കാർ അല്ലേ? ഡെയിലി 100 റുപ്യൻ്റെ 50 റുപ്യൻ്റെ 20 റുപ്യൻ്റെ ഒക്കെ പെട്രോൾ അടിക്കുന്ന വലിയ പൈസക്കാരാണ് നമ്മൾ. അതിൻ്റെ ഒരു ഭാഗം അങ്ങോട്ട് കൊടുത്തേക്ക്. ആ പാവപ്പെട്ടവന്മാർ 500 കോടി 600 കോടിയൊക്കെ ആയിട്ട് തട്ടിമുട്ടി ജീവിച്ച് പോക്കോട്ടെ, നമ്മൾ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലാന്നങ്ങ് വിചാരിച്ചാൽ മതി അല്ലേ? പിന്നെ ഗഡ്കരി നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എത്തനോൾ കൂട്ടും തോറും നമ്മുടെ പെട്രോളിൻ്റെ പൈസ കുറഞ്ഞ് 50 റുപ്യയും 15 റുപ്യൊക്കെ ആവുന്നത്. അങ്ങനെ കുറഞ്ഞാണ് ഇപ്പോൾ 115 എത്തിയെന്ന് തോന്നുന്നുണ്ടല്ലേ? അങ്ങനെ പോകുന്നുണ്ട്. കാരണം ഈ എത്തനോളിന് കൊമേഴ്ഷ്യൽ മാർക്കറ്റിൽ, അതായത് റീറ്റെയിൽ മാർക്കറ്റിലാകെ 35-40 റുപ്യുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പം പെട്രോളിൻ്റെ 20% വെച്ചാൽ തന്നെ നമ്മുടെ പെട്രോൾ ഇപ്പം 100 കൊടുക്കുന്നിടത്തൊരു 90-ലേക്ക് കുറയേണ്ട സമയമായി. അറ്റ്ലീസ്റ്റ് അതെങ്കിലും 15 വേണ്ട 50 വേണ്ട, ഈ ഒരു കണക്ക് വെച്ച് കഴിഞ്ഞാലും അത് ഇല്ല, നമ്മൾ കൂടിക്കൊണ്ടിരിക്കുക. പെട്രോൾ നിങ്ങൾ കാര്യം വെച്ചിരിക്കണം. പണ്ടൊക്കെ ഒരു 10 കൊല്ലം മുമ്പ് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് പെട്രോളിനെങ്ങാനും വില കൂടിക്കഴിഞ്ഞാൽ BJPയുടെ നമ്മുടെ മോദിജി വരെ ഇങ്ങനെ റോട്ടുമേൽ വന്ന് കുത്തിരുന്ന് മോങ്ങുമായിരുന്നു. പെട്രോളിന് വില കൂടി എന്താണ് UPA സർക്കാർ കാണിക്കുന്നത് വെച്ചിട്ട്. ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും സമരം, ഇപ്പോൾ പെട്രോളിന് എത്ര വട്ടം വില കൂടുന്നത്, എവിടെയൊക്കെ കൂടുന്നത്, ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും സമരം ഉണ്ടാക്കലുണ്ടോ? ഇല്ല, ആൾക്കാരെ കൊണ്ട് പറ്റില്ല എന്ന്. ഒരു സ്വേച്ഛാധിപതി പോലെ ഇങ്ങനെ ഭരിച്ചു പോവുകയാണ്, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ ഈ പ്രശ്നങ്ങൾ ഇത്രയുള്ള സമയത്ത് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കോടതിയിൽ പോയി. അതായത് എത്തനോൾ, ഒന്നുകിൽ നിങ്ങൾ എത്തനോൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികൾ പ്രിപ്പയർ ചെയ്ത് തരാം, അതല്ലെങ്കിൽ എത്തനോൾ ഫ്രണ്ട്ലി അല്ലാത്ത നമ്മുടെ നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്കൊക്കെ നോർമൽ പെട്രോൾ അടിക്കാനുള്ള ഒരു ഓപ്ഷൻ തരാം
എന്നിട്ട് നിങ്ങൾ 2030 ആകുമ്പോഴേക്കും അല്ലാത്ത മാനുഫാക്ചർ അങ്ങനത്തെ വണ്ടി ഇറക്കോട്ടെ, അങ്ങനെ 2 വണ്ടി വന്നോട്ടെ, പിന്നെ നമ്മൾ മറ്റേ വണ്ടി നിർത്തി ഇങ്ങനത്തെ എത്തനോൾ ഫ്രണ്ട്ലി വണ്ടി മാത്രം ഇറക്കിയാൽ മതി. അപ്പോഴേക്കും ഓക്കെ, നടക്കൂല. സുപ്രീം കോടതി വരെ നടക്കൂല. നീക്ക് വേണേ അടിച്ചോ, നിങ്ങളെ വണ്ടി കിട്ടിയാൽ കിട്ടിയില്ലേ പോയി, വണ്ടി മൈലേജ് ഇല്ലേ വേണ്ട, ഇനിയിപ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഒരു കുഴപ്പമില്ല, നീ തോന്നി വലി ചെയ്തോ. നമ്മുടെ ഗഡ്കരിൻ്റെ മോൻ വളരെ കഷ്ടത്തിലാണ്. ഓനൊരു 10,500 കോടിയും കൂടെ ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മേലോട്ട് ഇങ്ങനെ കോടികൾ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കണം. അതുകൊണ്ട് സുപ്രീം കോടതി വരെ പറഞ്ഞു നടക്കില്ല മക്കളെന്ന്. അപ്പോൾ അവിടെയും മൂഞ്ചി. സുപ്രീം കോടതി വരെ മൂഞ്ചിച്ച മനുഷ്യന്മാരാണ് നമ്മളെങ്കിൽ, അല്ലെങ്കിൽ സുപ്രീം കോടതി വരെ മൂഞ്ചി തെറ്റിച്ച മനുഷ്യന്മാരാണ് ഇന്ത്യയിലെ പൗരന്മാരെങ്കിൽ, പിന്നെ ആരോട് പറയാനാണ്? ഞാൻ അതിൻ്റെ അപ്പുറത്തോട്ട് പോകാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ അവർ പറയുന്ന പൈസക്ക് പെട്രോൾ അടിക്കും, അവർ പറഞ്ഞ വണ്ടി നമ്മൾ വാങ്ങിക്കും, അവർ പറഞ്ഞ E20 E30 ഒക്കെ ഇനി വരുമ്പോൾ അത് നമ്മൾ അടിക്കും. അങ്ങനെ നമ്മുടെ നാട്ടിലെ ഈ പാവപ്പെട്ട നമ്മുടെ ഈ NDA മന്ത്രിമാരെ മക്കൾക്കൊക്കെ സുഖവാസത്തിനുള്ള, അല്ലെങ്കിൽ അവർക്ക് പാവപ്പെട്ട മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ പോക്കറ്റ് മണി കിട്ടിക്കോട്ടെ നമ്മളതിനെ പൈസ കൊടുത്തു കൊടുക്കും. അപ്പോഴും നമ്മുടെ ഗഡ്കരിയും നമ്മുടെ മോങ്ങിജിയും നമ്മുടെ അമിട്ട് ഇപ്പുറത്ത് വന്നിട്ട് നെഹ്റു പണ്ടത് ചെയ്തത് കൊണ്ട്, ഇന്ദിരാഗാന്ധി പണ്ടിത് ചെയ്തത് കൊണ്ട്, രാജീവ് ഗാന്ധി പണ്ടിത് ചെയ്തത് കൊണ്ട് നമ്മുടെ രാജ്യം കുട്ടിച്ചോറായി. അവരുടെ മക്കൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അവർ നെപ്പോട്ടിസം കളിച്ചിട്ട് അവർ ഈ മക്കൾ പരമ്പര അങ്ങനെ വന്ന് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ കഷ്ടത്തിലാണ്. ഇന്ത്യ അങ്ങനായി ഇങ്ങനായി. അതേ സ്ഥാനത്ത് നമ്മുടെ ഈ പറഞ്ഞ മന്ത്രിമാരുടെ ഒക്കെ ജയ്ഷ ആണെങ്കിലും വേണ്ടില്ല, നമ്മുടെ ഗഡ്കരിൻ്റെ മക്കളാണെങ്കിലും വേണ്ടില്ല, അങ്ങനെ എടുത്തു നോക്കുന്ന എല്ലാ മന്ത്രിമാരുടെ മക്കളൊക്കെ അവർക്ക് നമ്മളിങ്ങനെ ബിസിനസ് ഉണ്ടാക്കി കൊടുത്ത് പാവങ്ങളെ പട്ടിന് മാറ്റി കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പുറത്ത് വന്നിട്ട് നമ്മൾ കോൺഗ്രസ് ഭരണം നോക്കൂ, കോൺഗ്രസ് മക്കളെ നോക്കൂ, കോൺഗ്രസ് മക്കൾ അത് ചെയ്യുന്നു, കോൺഗ്രസിൻ്റെ മക്കൾ ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ നമ്മൾ രാജ്യം കുട്ടിച്ചോറാക്കുന്നു. അപ്പുറത്ത് പോയിട്ട് നമ്മളിതുപോലെ കട്ടുണ്ടാക്കുന്നു. ഇതാണ് E20 എന്ന പരിപാടി. അപ്പോൾ ഇത്രയും ചെയ്ത ഒരു മന്ത്രിയാണ് നമ്മുടെ ഗഡ്കരി എന്നുള്ളത് കൊണ്ട് ഗഡ്കരിനെ ചിലപ്പോൾ ദുബായിലോട്ടും ചിലപ്പം അമേരിക്കയിലോട്ടും ചിലപ്പം ഉഗാണ്ടയിലൊക്കെ ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിൽ വലിയ ടെൻഷൻ അടിക്കാല്ലേ, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത് വേണ്ട. നമ്മുടെ ഗഡ്കരിക്ക് ജയ്, നമ്മുടെ മോദിക്ക് ജയ്, നമ്മുടെ E20ക്ക് ജയ്, മൊത്തം ജയ്. മൂഞ്ചി തെറ്റി നമ്മൾ ഇങ്ങനെ കുത്തിയിരിക്കും.